മുസൽമാന്റെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് മെഴുകുതിരി കത്തിച്ച്. അങ്ങനെ ഒരു ക്ഷേത്രമോ? അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. ഒരു മുസൽമാന്റെ പേരിൽ ഒരു ക്ഷേത്രം. വർഗീയതയും കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു വാക്ക്. വർഗീയതയല്ല, ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ ഈ മുസൽമാനെ ആരാധിക്കുന്നത് ജാതി മതഭേദമന്യേ ആണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി ഗ്രാമത്തിലുള്ള ഇടപ്പാറ മലദീപത ക്ഷേത്രത്തിലാണ് ഒരു മുസൽമാനായ കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠയുള്ളത്. മോഷ്ടിക്കപ്പെടുന്ന ഏതൊരു വസ്തുവും തിരിച്ചു കിട്ടാൻ തൻ്റെ ഇരിപ്പിടത്തിൽ മെഴുകുതിരി തെളിച്ച് പ്രാർത്ഥിച്ചാൽ കായംകുളം കൊച്ചുണ്ണി അത് സാധ്യമാക്കുമത്രേ. മോഷ്ടിക്കപ്പെട്ട സ്വർണത്തിനായി വിളക്ക് വെച്ച് പൊട്ടിക്കരഞ്ഞ വീട്ടമ്മയ്ക്ക് അത് തിരിച്ചു കിട്ടുന്നു. വാഴക്കുല മോഷ്ടിക്കപ്പെട്ടപ്പോൾ പിണ്ടി വെച്ച് വിഷമം പറഞ്ഞ കർഷകന്റെ വീട്ടുപറമ്പിൽ പിറ്റേന്ന് അതുപോലൊരു കുല കാണുന്നു. അങ്ങനെ ഇലന്തൂർ ഇടപ്പാറക്കാവിൽ മലദേവർക്ക് സമീപം കുടിയിരുത്തിയ കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് നാട്ടിൽ കേൾക്കുന്ന കഥകൾ പലതാണ്. ഇടപ്പാറയിലെ കൊച്ചുണ്ണിയുടെ ഇരിപ്പിടത്തിന് 1 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മധ്യ തിരുവിതാംകൂറിലെ ഒരു കുപ്രസിദ്ധ മോഷ്ടാവായിരുന്നു കായംകുളം കൊച്ചുണ്ണി. സമ്പത്തുള്ളവൻ്റേത് മോഷ്ടിക്കുക, അത് പാവങ്ങൾക്ക് കൊടുക്കുക, അങ്ങനെയാണ് രേഖകളിലുള്ളത്. എന്നാൽ മോഷണം അതിരുവിട്ടപ്പോൾ കാർത്തികപ്പള്ളി തഹസീൽദാർ അറസ്റ്റ് ചെയ്തു എങ്കിലും തടവ് ചാടി. അറസ്റ്റ് ചെയ്ത പോലീസുകാരനെയും സഹായിച്ചയാളെയും കൊന്നു. പിന്നീട് കൊച്ചുണ്ണിയുടെ സുഹൃത്തായിരുന്ന കൊച്ചുപിള്ളയുടെ വാഴപ്പള്ളിയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഭക്ഷണത്തിൽ മരുന്ന് കലർത്തി മയക്കി അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് 91 ദിവസത്തെ ജയിൽവാസത്തിനൊടുവിൽ മരിച്ച കൊച്ചുണ്ണിയെ തിരുവനന്തപുരം പേട്ട ജുമാ മസ്ജിദിൽ ഖബറടക്കി എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയെ ഉദ്ധരിച്ചുള്ള രേഖകളിൽ പറയുന്നുണ്ട്. കായംകുളത്തെ പണ്ടകശാല കുടുംബം കൊച്ചുണ്ണിയുടെ 5ാം തലമുറക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. കായംകുളം കൊച്ചുണ്ണി ഇടപ്പാറ മലനടയിലെ ആരാധനാമൂർത്തിയായി പ്രതിഷ്ഠിക്കപ്പെട്ടതിന് പിന്നിൽ വിശ്വാസത്തിന്റെ ഒരു കഥയുണ്ടത്രേ. തിരുവാറന്മുള കിഴക്കേ നടയുടെ കാവൽക്കാരനും ദുശാസനന്റെ പ്രതിപുരുഷനുമാണത്രേ ഇടപ്പാറ മലദേവർ. മലദേവരുടെ കാണപ്പെട്ട രൂപമാണ് കാവലെ ഊരാളി. ബാധ ഒഴിപ്പിക്കാനും പേടിമാറ്റാനും പടയണി നടത്തി പ്രശ്നവിധിക്കായുമൊക്കെ ഊരാളി പല സ്ഥലത്തും പോകാറുണ്ടായിരുന്നു. ഒടുവിൽ കായംകുളം ഭാഗത്ത് പടയണി കഴിഞ്ഞു വരവെ ഒരാൾ മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നു. ഊരാളിക്ക് മുന്നോട്ട് പോകാനാകുന്നില്ല. ആരാണ് എൻ്റെ വഴിമുടക്കുന്നത് എന്ന് ഊരാളിയുടെ ചോദ്യം. കായംകുളം കൊച്ചുണ്ണി എന്ന് മറുപടി. എൻ്റെ കൂടെ വരുന്നോ എന്ന് ഊരാളിയുടെ മറുചോദ്യം. ഉത്തരമായി വന്നാൽ എന്ത് തരും എന്ന് മറ്റൊരു ചോദ്യം. എൻ്റെ മുന്നിൽ ഇരുത്താമെന്ന് ഊരാളിയുടെ വാഗ്ദാനം. ഇത് കേട്ടൊപ്പം പോകുന്ന കൊച്ചുണ്ണിയെ മലദീവർക്ക് മുന്നിലെ കാവിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. കേരളത്തിലെ പഴക്കം ചെന്ന പള്ളികളിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ പേട്ട ജുമാ മസ്ജിദ്. നേരത്തെ പറഞ്ഞ പോലെ ജുമാ മസ്ജിദിന്റെ ഖബറിസ്ഥാനിലാണ് കായംകുളം കൊച്ചുണ്ണി അന്ത്യവിശ്രമം കൊള്ളുന്നത്. കായംകുളത്തുകാരുടെ വീരപുത്രനെ ഇങ്ങനെ തലസ്ഥാന ജില്ലയിൽ ഖബർ ഒരുങ്ങി എന്ന ചോദ്യവും എല്ലാവരുടെ ഇടയിലുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരവും ചരിത്രം പറയുന്നു. എഴുതപ്പെട്ട രേഖകൾ പ്രകാരം 1859 അന്നത്തെ തിരുവിതാംകൂർ ജയിലിൽ വെച്ച് കായംകുളം കൊച്ചുണ്ണി മരിക്കുന്നത്. അവിടെ നിന്ന് തൊട്ടടുത്തുള്ള പള്ളിയായ പേട്ട ജുമാ മസ്ജിദിൽ കൊണ്ടുവന്ന് ഖബറടക്കുകയായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കൊച്ചുണ്ണിയുടെ ഖബറിന് മീതെ വളർന്ന പനമരം കുറച്ചു വർഷം മുൻപത്തെ ഇടവപ്പാതയിൽ മുറിഞ്ഞു വീണു അത്രേ. കൃത്യമായ അടയാളങ്ങളില്ലാതെ പല ഖബറുകൾക്കിടയിൽ ആരും അറിയാതെ ഒരു ഖബർ, അത് കൊച്ചുണ്ണിയുടേതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.